നിർത്ത്. ഇത് എന്നെ വീട്. ഇങ്ങോട്ട് വാടാ. ഈ വിചാരിച്ച് എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മുടെ മോൻ ആള് നിന്നെ നോക്കി എന്റെ മോനെ, നീ എന്നോട് ഈ ചതി ചെയ്തല്ലോടാ. ഞങ്ങൾ ഇട്ടു പോവാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ? നിങ്ങൾ കരയാതെ, അവനിങ്ങ് വന്നല്ലോ. എത്ര പാടുപെട്ടാ ഞങ്ങൾ ഈ സാധനത്തിനെ പിടിച്ചെന്നറിയാവോ? അല്ല ചേട്ടാ, ആക്ച്വലി ഇവൻ നാടുകൂടെ എന്താ ജോലി തണ്ടി നടക്കാതെ പാറത്തിറങ്ങി കിളക്കാൻ ഞാനൊന്ന് പറഞ്ഞുപോയി. അതൊന്നല്ല, ഈ അച്ഛൻ ശരിയല്ല. അതെന്താ? ഒന്ന് പോരാഞ്ഞിട്ട് രണ്ടാമത്തേത്. അപ്പൊ രണ്ട് ഭാര്യമാരല്ലേ? സാരമില്ല, നിന്റെ അച്ഛനൊരു മുരുക ഭക്തനല്ലേ? കൃഷ്ണഭക്തനാകാതിരുന്നത് ഭാഗ്യം. ഏതായാലും നാട് വിട്ടോണ്ടാണല്ലോ മോനെ നമുക്ക് കണ്ടുപിടിക്കാനും നിങ്ങൾ പത്രത്തിൽ വാഗ്ദാനം ചെയ്ത തക്കതായ പ്രതിഫലം കൈപ്പറ്റാൻ കഴിയുന്നതും. ഒന്ന് ചീഞ്ഞല്ലേ ഒന്നിന് വളമാകുന്നത്. ചീയലിന്റെയും വളത്തിന്റെയും കാര്യമൊന്നും കൃഷിക്കാരനായ ചേട്ടനോട് പറയേണ്ട കാര്യമില്ല. സോറി ചേട്ടാ, ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ കടിഞ്ഞൂൽ കണ്ടുപിടുത്തായത്. ആ പ്രതിഫലം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പോവായിരുന്നു. ഞാനത് മറന്നുപോയി. കാർത്തിയാനി ആ വലിപ്പിലിരിക്കുന്ന പൊതിയും എടുത്തേ. സാറേ, ഒരിക്കൽ കൂടെ ഒളിച്ചോടാനുള്ള സൗഭാഗ്യം ഇവനുണ്ടാക്കി കൊടുക്കണേ. എത്ര അവരുടെ ഡിമാൻഡ്? അതൊന്നും അവർ പറഞ്ഞില്ല. സാറിന് താല്പര്യമുണ്ടെങ്കിൽ ചെറുക്കം വന്ന് പെണ്ണിനെ കാണട്ടും, എന്നിട്ടാകാലോ ബാക്കി കാര്യങ്ങൾ. വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവർ ചോദിക്കുന്നത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതിനുള്ള കരുതലൊന്നും ഇപ്പൊ എന്റെ കയ്യിലില്ല നാരായണി നായപ്പട്ടേ. എന്തെങ്കിലും ഒന്ന് കാണാതെ എങ്ങനെയാ ഒരു കല്യാണത്തിൽ ഇറങ്ങി പുറപ്പെടുക? നത്തിങ്. താഴെ രണ്ടുപേർ കൂടി ഉള്ളപ്പോ ഒന്നിനെങ്കിലും അയച്ചിരുന്നെങ്കിൽ. അറിയാഞ്ഞിട്ടല്ല, അതേപ്പറ്റിയൊക്കെ ചിന്തിച്ചാൽ ആദ്യ ഈശ്വരൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. ആ ചെറുക്കനെ പിടിക്കാൻ പോയവരെ ഇതുവരെ കണ്ടില്ലല്ലോ. ഒരാളെ കണ്ടുപിടിച്ചു കൊടുത്താൽ എത്ര രൂപ കിട്ടും സാറേ? അതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. 10,000 മുതൽ 10 ലക്ഷം വരെ കിട്ടാം. അപ്പൊ വലിയ കാലതാമസം ഇല്ലാതെ 3 മക്കളെ ഇറക്കി വിടാലോ സാറേ. ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ ഈശ്വര നിശ്ചയം പോലെ. നായപ്പെട്ട ചെല്ലേ, അവര് വന്നു. ചവിട്ടി നിർത്ത് ചെല്ലക്കിളി. റാക്കില്ലേടെ ഇതില് 175. 175? എന്തിനാ ഞെട്ടുന്നത്? കിലോമീറ്റർ എത്ര ഓടിയത്? കിലോമീറ്റർ മാത്രമല്ലേ ഓടുന്നുള്ളൂ, മീറ്റർ ഓടുന്നില്ലല്ലോ. പിന്നെ ആലോചന പറഞ്ഞാലുണ്ടല്ലോ. നമുക്കൊരു ഓട്ടോ സ്വന്തമാക്കാലോ. കൊടുത്തു വിടേ. കിട്ടിയത് മുഴുവൻ ഓട്ടോക്കാരന് കൊടുത്താ പിന്നെ നമ്മൾ അധ്വാനിച്ച മോക്ഷത്തിനാണോ? എത്ര കിട്ടി? 247 രൂപ 50 പൈസ. എന്ത് ചിരിക്കുന്ന? തനിക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ. അല്ല, നിങ്ങൾ എന്ത് കാണാൻ നിൽക്കാം? നാരായണ നായപ്പെട്ട ഒന്നുമില്ല. നത്തിങ്ങ വെച്ചൂടെ? സ്ഥലം കയറ്റിച്ചോ. ഇത്രക്ക് നക്കിയായിരുന്നെങ്കിൽ അയാളെന്തിനാ പത്രത്തിൽ പരസ്യം കൊടുക്കാൻ പോയത്? ആ ചെറുക്കൻ പോയത് പോട്ടെന്ന് വെച്ചാ പോരായിരുന്നു. അയാൾ ഒരു പറ കണ്ടം വിറ്റ പത്രത്തിലും പോലീസുകാർക്കും മുടക്കിയത്. ബാക്കി ഉണ്ടായിരുന്ന 247 രൂപ 50 പൈസ. അതും ഫാക്ടം ഫോസോ യൂറിയയോ എന്തോ വാങ്ങാൻ വെച്ചിരുന്നത്. ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയ സ്ഥിതിക്ക് എല്ലാം കൂടി ഇവിടെ വെച്ച് കെട്ടി അവസാനിപ്പിച്ചാലോ? മണ്ടത്തിന് പറയാതിരിക്കണ ബ്രിട്ടാനിയ. ബ്രിട്ടാനിയ അല്ല, ബ്രിട്ടോ. അത് തന്നെ ഞാൻ പറഞ്ഞത്. ബ്രിട്ടോ അനിയ ബ്രിട്ടാനിയ. അപ്പോ ബ്രിട്ടാനിയം പറഞ്ഞതിലും കാര്യമുണ്ട്. ഇത് നമുക്ക് മുമ്പോട്ട് വെച്ച് നടത്തണോ? അയ്യോ, നടത്താറുതലങ്ങളെ. ഞാൻ കേരളത്തിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വയർലെസ് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു. അവര് തിരിച്ചു വിളിക്കുമ്പോൾ ഞാൻ എന്ത് സമാധാനം പറയും? ഒരു ബിസിനസ് ആകുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ എല്ലാം ശരിയായത് വരില്ല. തുടക്കമല്ലേ, പല അബദ്ധങ്ങളും പറ്റും. അപ്പൊ ഇനിയും 200-300 അവർ തരുന്നെങ്കിലോ? അതിന് വേറെ ആളെ നോക്കണം. വേറെ ആളെ നോക്കിയാലും അവര് ഈ നക്കാപ്പിച്ചാണ് തരുന്നെങ്കിലോ? ആ പിച്ചക്കാരൻ നീലന് പോലും ഈ നക്കാപ്പിച്ചക്കാളും കിട്ടും. എന്റെ മണ്ട ശിരോമണികളെ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നക്കാപ്പിച്ചക്ക് ആളെ കണ്ടുപിടിച്ചു കൊടുക്കാൻ വേറെ ആളെ നോക്കണമെന്ന്. അത് നമ്മളെ കിട്ടുകയില്ല. ഓഹോ, അതായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ മനസ്സിലായില്ല. കാണാതെ പോയ ആളുകളെ ആർക്കാണോ അത്യാവശ്യം അവരെ കണ്ടുപിടിച്ച് ഒരു പ്രതിഫലം നിശ്ചയിക്കുന്നു. എന്നിട്ട് നമ്മൾ അന്വേഷണം ആരംഭിക്കുന്നുള്ളൂ. മാത്രമല്ല, അതിന് നമ്മൾ എല്ലാവരും കൂടി ഒരു താരീഫ് ഇപ്പോഴേ നിശ്ചയിക്കുന്നു. താരീഫോ? അതാരാ? നമ്മുടെ ആരിഫിന്റെ അനിയനടേ. 1 മുതൽ 12 വയസ്സ് വരെ ഉള്ളവരെ കണ്ടുപിടിക്കുന്നതിന് 15,000 രൂപ. അതിന് മുകളിലോട്ട് 17 വരെ 25,000 രൂപ. 18 മുതൽ 35 വരെ 1 ലക്ഷം രൂപ. 35 മുതൽ റിട്ടയർമെന്റ് വരെ 1.5 ലക്ഷം രൂപ. അതിന് മുകളിലോട്ട് ഫ്രീ. ആ പ്രായത്തിലൊക്കെ ഉള്ളവർ കളഞ്ഞു പോയാൽ ആരെ അന്വേഷിക്കാൻ മെനക്കെടുക? അതുകൊണ്ട് ആ തുക വേണ്ടെന്ന് വെക്കുകയാണ്. അപ്പൊ സാറിനെ കാണാതായ ഞങ്ങൾ തപ്പണ്ടല്ലോ അല്ലേ? സോറി കേട്ടോ, വിവരമില്ലാത്തണ്ട. അപ്പൊ നമുക്ക് ആദ്യം ഈ വില വിവര പട്ടിക പ്രിന്റ് ചെയ്യിക്കാം. ചെയ്യിക്കാം. പിന്നെ ഒരു വീട്ടിൽ നിന്ന് 2 പേരെ ഒരുമിച്ച് കാണാതെ പോയാൽ അവരുടെ രക്ഷിതാക്കൾക്ക് 15% ഡിസ്കൗണ്ട്. എന്താ 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 അത് കുഴപ്പമില്ല. കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ചേച്ചി,
അപ്പുറത്ത് 10,000-ങ്ങളുടെയും ലക്ഷങ്ങളുടെയും കണക്കൂട്ടിൽ നടക്കുക. ആളെ തപ്പി നടന്ന് തല്ലു മേടിക്കായിരുന്ന കൊള്ളാം. അതോർത്ത് ചേച്ചി വിഷമിക്കണ്ട. തല്ലു കൊടുക്കാൻ അവന്മാര് മിടുക്കന്മാരാ. ജീവിക്കാൻ വേണ്ടി മനുഷ്യർ എന്തെല്ലാം ചെയ്യുന്നു. ലേഖ നോക്കിയേ, ഇതിലും ഉണ്ടൊരു കാണാനില്ല. എവിടെ? കാണാനില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന 62കാരനായ എന്റെ പിതാവിനെ ഈ മാസം 11-ാം തീയതി ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് കാണാതായിരിക്കുന്നു. മുണ്ടും ജുബ്ബയും ഷാളും ഒരു തോൾ സഞ്ചിയുമാണ് വേഷം. ഇദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ താഴെ കാണുന്ന വിലാസത്തിൽ അറിയിച്ചാൽ തക്കതായ പ്രതിഫലം നൽകുന്നതാണ്. അഡ്വക്കേറ്റ് അനിരുദ്ധൻ, ശ്രീപ്രിയ, വള്ളത്തോൾ നഗർ, ചെറുതുരുത്തി. അതെ, ഇതെന്റെ അച്ഛൻ തന്നെയാണ്. ഞാനാണ് ഈ പരസ്യം കൊടുത്തത്. സാറ് വിഷമിക്കണ്ട, സാറിന്റെ അച്ഛനെ ഞങ്ങൾ കണ്ടുപിടിച്ചു തരാം. നിങ്ങൾക്കതിന് കഴിയൂ? അയ്യോ, ഞങ്ങൾക്ക് മാത്രമേ അതിന് കഴിയൂ. ഞങ്ങളുടെ പ്രൊഫഷൻ തന്നെ അതാണ്. പക്ഷേ എമൗണ്ട് അല്പം കൂടും. എമൗണ്ട് അച്ഛനെ തിരിച്ചു കിട്ടുമെങ്കിൽ പണം എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഞങ്ങൾക്ക് പണം ഒരു പ്രശ്നമാണ്. അതെ, നിങ്ങൾക്ക് എത്രയാ വേണ്ടേ? 1,00,000 രൂപയാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലേ? അത് വേണമെങ്കിൽ 1.5 വരെ ആക്കാം, അല്ലേ? അച്ഛന്റെ കാര്യമായതുകൊണ്ട് ബാർഗെയിനിങ്ങിന് ഞാൻ തയ്യാറല്ല. ആവശ്യപ്പെട്ട എമൗണ്ട് ഞാൻ തരാം. അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ എത്ര സമയം വേണ്ടി വരും? കൂടിപ്പോയാൽ ഒരാഴ്ച, മാക്സിമം 1 മാസം, അതിൽ കൂടില്ല. അതെ. പിന്നെയും കൂടിയാൽ ഒരു വർഷം. എന്ത് തീരുമാനിച്ചു? 1,00,000 രൂപ മുടക്കിയാൽ ആ. മരിച്ചവരെ തിരിച്ചു കിട്ടുമെങ്കിൽ ആ. ഞാൻ 2,00,000 രൂപ അഡീഷണൽ ആയിട്ട് തരാം. ആ, അത് കൊള്ളാം. കാർ ആക്സിഡന്റിൽ മരിച്ച എന്റെ ഭാര്യയും മക്കളെയും കൂടെ തിരിയെത്താ. പത്രത്തിൽ പരസ്യം വന്നതിന്റെ പിറ്റേന്ന് തന്നെ അച്ഛനിങ്ങി വന്നു. അതിന്റെ അടുത്ത വർഷം മരിക്കുകയും ചെയ്തു. 3 വർഷം മുമ്പുള്ള പത്രവും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു ത്യാഗികള്. നിന്റെ ഒരുത്തരെയും ഞാൻ സഹോദരന്മാരെ, അമ്പരക്കണ്ട. അതെന്തിനു കണ്ട അമ്പരക്കണ്ട എന്ന് വെച്ചാ പേടിക്കണ്ട. അങ്ങനെ നിന്റെ റോഡ് റോളർ എവിടെ? നീ ഇരുന്ന് തുഴയുന്ന പലക എവിടെയെന്ന്? അതിന്റെ ലോണൊക്കെ അടഞ്ഞു തീർന്നു. ഓ. ഇത് പുതിയ ലോൺ എടുത്താ. ഉം. കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ കോലം മാറണ്ടേ? ഇനിയിപ്പോ ഈ കോലത്തിൽ എന്തോന്ന് മാറാൻ? കോലം തന്നെ ഫുൾ ഇല്ലല്ലോ. അല്ല, ഇത് ഏത് പീസാ? നഗരൻ എന്റെ ക്ലാസ്മേറ്റാ. ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു. ഇതെന്ത് ഭാഷ? ഊമയാ, MA വരെ പഠിച്ച. ഓ, ഇതിന് ലോൺ എടുത്താ? അല്ല, ജോലിയൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ ഡ്രൈവറായിട്ട് പോസ്റ്റിംഗ് കൊടുത്തു. ബെസ്റ്റ് പോസ്റ്റ്. ബൈ ദ വേ, നിങ്ങളുടെ പൊസിഷനൊക്കെ ഇപ്പൊ എങ്ങനെയാണ്? എന്തോ? പട്ടിണിയൊക്കെ മാറിയോന്ന്? മാറിയില്ലടാ പട്ടി. ഏ? പട്ടിണി ഒരു മീഡിയ ആളെയാ. എന്നാ ഞാനിവിടെ നിൽക്കുന്നില്ല. അല്ലെങ്കിലും നിക്കാൻ പറ്റൂലല്ലോ. നിങ്ങൾ അങ്ങനെ അടിച്ച് പുറത്താക്കിയെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഓഹോ. എനിക്ക് പട്ടി എടുക്കാൻ പറ്റില്ല. ഡ്രൈവർ, സ്റ്റാർട്ട് ദ വർക്ക്. ഏ? അമ്മ സാറിന് വേറെ കൂട്ടുകാരൊന്നും കിട്ടില്ലെന്ന് ചോദിച്ചത്. വണ്ടിയുടെ വണ്ടി സ്റ്റാർട്ട് സോറി. സാറേ, 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 എന്താ എന്താ തീര? സാറ് ഞെട്ടരുത്. എന്തെന്താണുള്ള കാര്യത്തിൽ ആ മനസ്സിലുണ്ടെങ്കിൽ ഞാനത് പറയൂ. എന്തായാലും നേരിട്ടല്ലേ പറ്റൂ, കാര്യം പറ. ഡ്രൈവർ, സാറിന്ന് ബോഡി ഇറക്കൂ. ഇതാരുടെയോ? മുകുന്ദന്റെയോ പ്രസ്ഥാനിയുടെയോ ദാസപ്പന്റെയോ? അവരുടെ ആരുടെയുമല്ല, ഡെഡ് ബോഡിയുമല്ല. കാണാതെ പോയ ഒരു ബാലന്റെ ജീവിച്ചിരിക്കുന്ന ശരീരം. കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ ഒരു പരസ്യം കണ്ടില്ലേ? ആ കക്ഷിയാണത്. തുണിമാറ്റി കാണിച്ചു കൊറേ. നീ ഇതിനെ എവിടുന്ന് സംഘടിപ്പിച്ചു? ഒരു വികലാംഗന് ഇതൊന്നും സാധിക്കില്ലെന്നാണ് സമൂഹത്തിന്റെ തെറ്റിദ്ധാരണ. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത്, കേൾക്കുമ്പോൾ ഞെട്ടരുതെന്ന്. ആള് കേമനാണല്ലോ. മനസ്സ് വെച്ച മനുഷ്യനല്ല,
ആനയെ വരെ ഞാൻ പിടിക്കും. അഹങ്കാരം കൊണ്ട് വീട് വിട്ടതാണെങ്കിൽ ആ കൊച്ചിന് ശ്വാസം മുട്ടും. പ്ലാസ്റ്റർ എടുക്ക്. സിനിമാ തിയേറ്ററിന് മുമ്പിൽ നിന്ന് ഇവര് പിടിച്ച് കാറി കയറിയ സമയത്ത് ഇവർ ഒരുപാട് എതിർത്താ. അതുകൊണ്ടാണ് ഇവന് സ്പീക്കർ മൂടിയത്. ഇനി ഏതായാലും തുറക്കാം. ആ കെട്ടുകൂടെ അഴിച്ചുവിടെ. ഇന്ന് ഏതായാലും ഇവരിവിടെ താമസിക്കട്ടെ. മുഖത്തിനും പറ്റും വന്ന് നാളെ ഇവരുടെ വീട്ടിൽ പോയി എമൗണ്ട് ഫിക്സ് ചെയ്ത് കൊടുത്തുവിടാം. ഞാൻ ഇവിടെ കിടക്കില്ല, എനിക്ക് എന്റെ വീട്ടിൽ പോണം. വീട്ടിൽ പോണോ? വീട്ടിൽ ചാടി പോന്നതല്ലേ നീ? ആ, അങ്ങനെ ഒരു അബദ്ധം പറ്റി. പക്ഷെ കഴിഞ്ഞ ആഴ്ച പോലീസുകാരെ പിടിച്ചെന്നെ വീട്ടുകാരെ ഏൽപ്പിച്ചതാ. ഏയ്, ആ, ഇപ്പൊ ഞാൻ മര്യാദക്കാരനാ. അമ്മ സിനിമ കാണാൻ തന്ന കാശും കൊണ്ട് തിയേറ്ററിൽ ചെന്നപ്പോഴാ അതിനു മുന്നേ ഇരുന്ന് ഈ തെണ്ടിയെ പിടിച്ചോണ്ട് വന്നത്. ഈ വിവരം നിനക്ക് വാദമൊന്നും പറയാൻ പാടില്ലേ? പറയാൻ വാതാർന്നപ്പോഴല്ലേ വായ ക്ലാസ് അടിച്ചത്. മര്യാദക്ക് എന്നെ വീട്ടിൽ കൊണ്ടേതാക്ക്. ആ കൊണ്ടാക്ക്. കാണാതെ പോകുമ്പോ പത്രത്തിൽ പരസ്യം കൊടുക്കും. കണ്ടു കിട്ടുമ്പോഴും പത്രത്തിൽ പരസ്യം കൊടുത്തൂടെ? വെറുതെ മനുഷ്യനെ പറ്റി ഒട്ടിക്കാനായിട്ട്. ടാക്സി കൂലി കിട്ടിയിരുന്നേ എനിക്ക് പോകായിരുന്നു. നിങ്ങൾ ഇത് നോക്കിക്കൊണ്ടിരിക്കും. അകത്ത് പോകും. കൊടുക്കണോ? മോനെ, എന്റെ പൊന്നു മോനെ, നീ എവിടെയായിരുന്നു? ആ കരയണ്ട പയ്യനെ കിട്ടിയില്ലേ? കൊണ്ടുപോ. ആ കൊണ്ടുപോ. നോക്കളെ അങ്ങേരും പോയാ ഒരു വികലാംഗൻ അവന്റെ അംഗവൈകല്യങ്ങളെ കൂട്ടുണ്ടാവും മാർസ് പറഞ്ഞത് എത്ര ശരിയാണ്. പിള്ളേരെ ഓ ഇത് എത്ര ഉറക്കമാ പിള്ളേരെ. എഴുതാര് ഈ പത്രം നോക്കിക്കേ. പത്രം നോക്കുന്ന ശീലം ഞങ്ങൾക്കില്ല. എന്താ സാറേ, നമുക്കെതിരെ ആരെങ്കിലും കേസ് കൊടുത്ത ന്യൂസ് ഉണ്ടോ? അയ്യോ ഇത് കേസ് വാസമൊന്നുമല്ല. നല്ലൊരു കോളല്ലേ വന്നിരിക്കുന്നേ. വലിയൊരു വീട്ടിലെ ഒരേ ഒരു പെൺസന്ധിയെ കാണാനില്ല. കണ്ടുപിടിച്ചു കൊടുക്കുന്നവർക്ക് ഭീമമായ തുക പ്രതിഫലം. കേൾക്കുന്നത് രാവിലെ ഇറക്കം നശിപ്പിച്ച് നിങ്ങൾക്ക് പണിയൊന്നുമില്ലേ? നിങ്ങളെന്താ പ്രതിപക്ഷത്തെ പോലെ ഒരു പ്രതികരണമില്ലാതിരിക്കണേ? ഉറക്കക്ഷീണം മാറിയില്ലേ? ഇല്ല. എത്ര ഭീമൻ തുകയായാലും ഇനി ഞാനില്ല. നിർത്തി. ഇപ്പൊ ഞാൻ മാത്രമായിട്ട് എന്തിനാ നിർത്താതിരിക്കുന്ന? ഞാനും നിർത്തി. മറ്റൊന്നും തോന്നരുത്. അടുത്ത ആഴ്ച ഞങ്ങൾ വീട് മാറുക. തീരുമാനിച്ചോ? ആ തീരുമാനിച്ചു. എന്നാ നിങ്ങളുടെ ഇഷ്ടം. ഓ ശല്യം. ഇനി ഓരോ ഏടാകൂടം കൊണ്ട് വരത്തില്ലല്ലോ. ഇയാളെന്തിനാ ഈ രാവിലെ നമ്മൾ വിളിച്ചോർത്തിയത്? ആർക്കറിയാം. ഇത്രയും കാലം ഇയാളെ വിശ്വസിച്ച് നമ്മളെ വേണം തല്ലാൻ. ഞാന് ഈ പേപ്പർ ഒന്ന് വായിക്കട്ടെ. നിങ്ങൾ രണ്ടും കൂടെ പോയി ചായ ഇടേ. എന്തോ ചായ ഇടാ. നിന്റെ അച്ഛനെ കൊണ്ട് നിർത്തറ. ചായക്ക് അങ്ങനെ വലിയ ഭാവമൊന്നുമില്ല. നീ കിട്ടാലും ചായ ആവും. പോയി ഇട്. അങ്ങേര് പറഞ്ഞ ശരിയാണല്ലോ. ഏതോ വലിയ വീട്ടിലെ കേസാ. പരസ്യം കണ്ടറിയാം. നോക്കടാ, നല്ല അസല് പെണ്ണ്. നോക്ക്. എവിടെ ഉള്ളത് തന്നെ? ഇതിനാരെങ്കിലും അടിച്ചോണ്ട് പോയത് തന്നെ? ഒന്ന് നോക്കണേ. കളഞ്ഞിട്ട് പോടേ. നോക്കണേ. എന്താടാ? ഈ പെൺകുട്ടി എനിക്കറിയാം. എങ്ങനെ അറിയാന്ന് പറയാം. അവൾ ഈ പട്ടണത്തിൽ തന്നെയുണ്ട്. ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ നമുക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റും. ബുദ്ധിപൂർവ്വം എങ്ങനെയാ നീങ്ങേണ്ടത്? പറഞ്ഞതാ. അവളുടെ വലിയച്ഛൻ ഉപേന്ദ്രനാഥ് ഓർമ്മ ഒരു വൻ തുക പ്രതിഫലമായി ഓഫർ ചെയ്ത സ്ഥിതിക്ക് പടിഞ്ഞാറെ കൊട്ടാരത്തിൽ ചെന്ന് അത് എത്രയാണെന്ന് കൺഫേം ചെയ്യുന്നു. നമ്മളൊരു അന്വേഷണത്തിന് ഇറങ്ങുന്നു. പങ്കുണ്ണി നായരോട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു വഴിക്ക് അന്വേഷിക്കാൻ ഇറങ്ങുന്നത് മോശമല്ലേ? അതിന് പങ്കുണ്ണി നായരെ ആരൊഴിവാക്കുന്നു? നമ്മൾ ഈ അസൈൻമെന്റ് ഏറ്റെടുത്തെന്നറിഞ്ഞാൽ അദ്ദേഹത്തിന് സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ. അതൊക്കെ ശരി തന്നെ. നീ പറഞ്ഞതുപോലെ അവൾ ഇവിടെ തന്നെ ഉണ്ടെന്നിരിക്കട്ടെ. പക്ഷെ ഈ തിരക്കേറിയ പട്ടണത്തിൽ നിന്ന് നമ്മൾ അവളെ എങ്ങനെ തപ്പിയെടുക്കും? തപ്പിയെടുക്കുന്നൊക്കെ പിന്നല്ലേ. ആദ്യം നമ്മൾ ഉപേന്ദ്രനാഥവർമ്മയെ കാണുന്നു. നമ്മൾ വരുന്ന വിവരം ഒരു നേരത്തെ അറിഞ്ഞു. താലപ്പൊലിയെ കറങ്ങി ചെയ്തിട്ടുണ്ടല്ലേ? ഇത് അതിനൊന്നും അല്ലടേ. ഓ എന്റെ ഗജരാജ ഭഗവതി. അത് ഭഗവതിയല്ല, ഗണപതി. നമസ്കാരം. 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 തമ്പുരാനല്ലേ? ഞാനല്ല, തമ്പുരാൻ അകത്തുണ്ട്. ഇയാൾ ആനയുടെ ഡ്രൈവറാണ്. കളഞ്ഞിട്ട് വാ. ആനയ്ക്കും പോകും കേട്ടാ.
ഒന്ന് സ്ലോയിൽ നടയറ ഞാൻ കൂടെ മനസ്സിലായില്ല എങ്ങനെ അല്ല അത് പിന്നെ ഞങ്ങൾ മുകളിലോട്ട് പത്രത്തില് ഒരു പരസ്യം കണ്ടു ഇവിടുത്തെ കുട്ടിയെ കുട്ടിയെ കിട്ടിയോ തമ്പുരാനെ, തമ്പുരാട്ടി, ദേ ആള് വന്നേക്കണു. കുട്ടിയെ കിട്ടിയിത്രേ. കുട്ടി എവിടെ? അവള് വന്നില്ലേ? ഇല്ല ചാന്ദിനി എവിടെയുണ്ടെന്ന് ചെറിയൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. എവിടെ എവിടെ എന്റെ കുട്ടി? പറയൂ. ചാന്ദിനി അത് പിന്നെ എന്താണെന്നറിയോ, കുട്ടിയെ ഇപ്പൊ കിട്ടിയിട്ടില്ല. പക്ഷെ കിട്ടും, എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. അതിനു മുമ്പ് ഈ നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് അറിയണല്ലേ? രാജഭരണവും പ്രീപേഴ്സും ഒക്കെ നിർത്തലാക്കിയെങ്കിലും അവളുടെ ഭാവിക്ക് വേണ്ടി 60 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിന്ന് എത്ര വേണം നിങ്ങക്ക്? പറയാ എത്രയാണെച്ചാ ചോദിച്ചോളൂ. ഒന്ന് ഇങ്ങോട്ട് മേടിക്കണ ശീലല്ല, അങ്ങോട്ട് കൊടുക്കണ പാരമ്പര്യമേ ഉള്ളൂ. പഴയ ആളുകളോട് അന്വേഷിച്ചറിയാം. ഞങ്ങൾക്കുള്ളത് മുഴുവനും തരാം. അവളെ ഒന്ന് കണ്ടാ മതിയായിരുന്നു. കണ്ണടയ്ക്കും മുമ്പ് ഇത്തിരി വെള്ളം തരാൻ ഞങ്ങൾക്ക് ഇനി ആരെയുള്ളേ? ഇവിടത്തെ കുട്ടി കൊടും ഭീകരന്മാരടങ്ങിയ ഒരു വൻ സംഘത്തിന്റെ നിനക്കിപ്പോ ഇതോടെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? കാര്യമുണ്ട്. എന്ത് കാര്യം? ആ ഉണ്ണിയറച്ച പോലെ ഇരിക്കുന്ന ചേട്ടത്തി എങ്ങനെ വീണ് കാലം ചെയ്തിരുന്നെങ്കിലേ നമ്മൾ ഉത്തരം പറയേണ്ടി വന്നാനെ. എമൗണ്ട് കൂട്ടിക്കിട്ടാൻ വേണ്ടി ഞാൻ ഒരു നമ്പർ ഇട്ടതാ. രാജകുടുംബം ഇത്തിരി ധൈര്യം കാണുമെന്ന് ഞാൻ വിചാരിച്ചു. ഇത്ര വീക്കാണെന്ന് ഞാൻ പറഞ്ഞു. ദയവായി നിങ്ങൾ പോകരുത്. നോം ലക്ഷ്മി ഒന്ന് അകത്ത് കെടുത്തിട്ട് ഉടനെ വരാം. ഓ സമാധാനായി. ഇതൊന്നും കണ്ട് നമ്മൾ മനസ്സലിയിക്കാനൊന്നും പോണ്ട. മിനിമം 2 ലക്ഷം നമ്മൾ ചോദിക്കണം. നിന്റെ മനസ്സെങ്ങനെ അലിയാനാ? ഇരുമ്പല്ലേ? അതെ, കുറച്ചേരായിട്ട് ഞാൻ നിന്റെ കൂടെയാണല്ലോ. അതുകൊണ്ട് അതിന്റെ മനസ്സാകുന്ന മാംസം ഇരുമ്പായത്. എന്തേ? മനസ്സ് മാംസമാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നിന്റെ അച്ഛൻ. വെരി സോറി. എന്റെ കുട്ടി ആരുടെ അധീനതയിലാണെന്നാ പറഞ്ഞേ? ഇനിയിപ്പോ അത് പറഞ്ഞാ തമ്പുരാനും ബോധം കെട്ട് വീഴുവോ? ഇല്ല, പറഞ്ഞോളൂ. എന്തിനും പോന്ന വലിയൊരു തീവ്രവാദി സംഘത്തിന്റെ പിടിയിൽ. അവരാരാന്ന് നിങ്ങക്ക് വല്ല നിശ്ചയമുണ്ടോ? അത് പിന്നെ ഇല്ല, ഒരു സൂചന കിട്ടിയിട്ടുള്ളൂ. എന്നാ അവരാരാണെന്ന് എനിക്ക് നല്ല നിശ്ചയണ്ടേ. ആരാ? എന്റെ കുട്ടി ഒരു അവിവേകം കാണിച്ചു. അവളൊരു ചെറുപ്പക്കാരനുമായി ഇഷ്ടത്തിലായി. അത് ഈയിടയ്ക്കാണ് ഞങ്ങൾ അറിഞ്ഞത്. ചാന്ദിനിയുടെ ഒരു ഇഷ്ടത്തിനും നോം എതിരല്ലായിരുന്നു. അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾക്ക് ഇഷ്ടമുള്ള ചെറുപ്പക്കാരനെ കൊണ്ട് തന്നെ അവളെ വിവാഹം കഴിപ്പിക്കാൻ ഒടുവിൽ ഞങ്ങൾ തീരുമാനിച്ചു. കൊട്ടാരത്തിൽ നിന്ന് ആളെ വിട്ട് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അയാള് വിവാഹിതനാണെന്നും ഒരു കുട്ടിയുണ്ടെന്നും. അത് കേട്ട് എന്റെ കുട്ടി തളർന്നുപോയി. ആ നിമിഷം മുതൽ അവൾ അയാളെ വെറുത്തു. ഒരു മാസം എന്റെ കുട്ടി ഈ കൊട്ടാരത്തിന്റെ പടിക്ക് പുറത്തിറങ്ങിയിട്ടില്ല. എല്ലാം മറന്ന് ക്ഷേത്ര ദർശനത്തിന് പോകാനിറങ്ങിയ ഒരു വെള്ളിയാഴ്ചയാണ് ചാന്ദിനിക്കുട്ടിയെ നമുക്ക് നഷ്ടമായത്. അവളെ തട്ടിയെടുത്തത് അവൻ, ആ മഹേന്ദ്രൻ തന്നെയാവും. അനുജന്റെ മോളായിരുന്നെങ്കിലും കുട്ടികളില്ലാത്ത ഞാനും ലക്ഷ്മിയും സ്വന്തം കുഞ്ഞിനെ പോലെയാ അവളെ വളർത്തിയത്. വിഷമിക്കരുത്, ചാന്ദിനിക്കുട്ടി നമുക്ക് വീണ്ടെടുക്കാം. അതെ, മഹേന്ദ്രന്റെ സംഘം എവിടെയുണ്ടെന്ന് നിങ്ങൾക്ക് സൂചന ലഭിച്ച സ്ഥിതിക്ക് നമുക്ക് ഈ വിവരം പോലീസിനെ അറിയിച്ചാലോ? പോലീസിലേക്ക് അറിയിച്ചാ അവരിവിടുത്തെ കുട്ടിയെ കൊണ്ടുപോയി ബലാൽ ഇങ്ങനെ ഞാനതൊക്കെ ഓ, വേണ്ട, അത് കേൾക്കാനുള്ള ശേഷി എനിക്കില്ല. ശിവ, ഒരു പോറല് പോലെ ഏൽപ്പിക്കാതെ എന്റെ കുട്ടിയെ ഇവിടെ എത്തിക്കാന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാവോ? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? പറയ്. ഉറപ്പ്. അതിന് എത്ര നിങ്ങൾക്ക് പ്രതിഫലം വേണ്ടത്? അത് ഇവിടം തന്നെ അങ്ങ് നിശ്ചയിച്ചാ മതി. 5 രൂപയെ 5 പറഞ്ഞ എത്ര ഉദ്ദേശിച്ചത്? 5 ലക്ഷം. മതി മതി സ്വാമി, ധാരാളം മതി. മുൻകൂറായി എത്ര വേണം? ഒരു 50 രൂപ അത്ര വേണ്ടേ? ഇപ്പൊ ഒന്നും വേണ്ട, ആളെ ഇവിടെ എത്തിച്ചിട്ട് മതി രൂപ. അത് മതി. എന്നാലും എന്റെ ഒരു സന്തോഷത്തിന് വഴിച്ചെലവനായി ഇതിരിക്കട്ടെ. 10,000 ഉണ്ട്. ഉം.